ഭൂപടം നോക്കി നമ്മൾ കേരളത്തിൻ്റെ കൃത്യം മധ്യഭാഗം തിരഞ്ഞാൽ വന്നെത്തുന്നത് തൃശ്ശൂരിലെ ഈ മനോഹരമായ പ്രദേശത്താണ്. ഇതാണ് പെരുവനം ഗ്രാമം. ഭൂമിശാസ്ത്രപരമായി കേരളത്തിൻ്റെ ഹൃദയമിടിപ്പ് നിലകൊള്ളുന്ന ഈ മണ്ണിലാണ് വാസ്തുവിദ്യാ വിസ്മയമായ പെരുവനം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള അതിപുരാതനമായൊരു ക്ഷേത്രമാണിത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീകോവിൽ ഏത് ക്ഷേത്രത്തിലാണെന്നറിയാമോ? പെരുവനം മഹാദേവ ക്ഷേത്രത്തിലെ 3 നിലകളിലായി 120 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മാടത്തിലപ്പൻ്റെ ശ്രീകോവിലിനാണ് ഈ ബഹുമതിയുള്ളത്. ഇതൊരു വാസ്തുവിദ്യാ വിസ്മയം മാത്രമല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു നാടിൻ്റെ പ്രൗഢിയുടെ അടയാളം തന്നെയാണ്. ഇരട്ടയപ്പനും മാടത്തിലപ്പനും അങ്ങനെ ഒരേ ചുറ്റമ്പലത്തിൽ 2 പ്രധാന മഹാദേവ പ്രതിഷ്ഠകളാണിവിടെ. പുരാതന കേരളത്തിലെ 108 മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പെരുവനം ഗ്രാമത്തിൻ്റെ പരദേവതയും ഗ്രാമദേവനുമായ ഇരട്ടയപ്പനും ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന മാടത്തിലപ്പൻ്റെ ശ്രീകോവിലും 1400 വർഷത്തോളം പഴക്കമുള്ള പൂരപ്പെരുമയും പേരില്ലാ മരവുമൊക്കെ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന പെരുവനം ക്ഷേത്രം നിർമ്മിച്ചത് ദേവന്മാരാണെന്നാണ് വിശ്വാസം. ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശമാണ് പഴയ കേരളം. കേരളോൽപ്പത്തിക്ക് ശേഷം പരശുരാമൻ ഈ പ്രദേശത്തെ 64 ഗ്രാമങ്ങളാക്കി തിരിച്ചു. ഇതിലെ 32 ഗ്രാമങ്ങൾ ഇന്ന് തുളുനാട്ടിലാണ്. തെക്കുള്ളവയിൽ ചിലത് തമിഴ്നാട്ടിലുമാണ്. ബാക്കിയുള്ളത് മാത്രമാണ് ഇന്നത്തെ കേരളം. ഈ 64 ഗ്രാമങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഗ്രാമങ്ങളായിരുന്നു പെരുവനം, ശുഗപുരം, പന്നിയൂർ എന്നിവ. ഇതിൽ തന്നെ പെരുവനമായിരുന്നു ആ കാലത്ത് 1ാം സ്ഥാനത്ത് നിന്നിരുന്നത്. 4 ശാസ്താക്കന്മാരാണ് ഈ ഗ്രാമത്തിൻ്റെ 4 അതിർത്തികളും സംരക്ഷിച്ചു പോരുന്നത്. ഇവയ്ക്കിടയിലുള്ള ഭൂപ്രദേശമാണ് പെരുവനം ഗ്രാമം. അതായത് ഇന്നത്തെ തൃശ്ശൂർ ജില്ല മുഴുവനായി ഉൾപ്പെട്ട ഭൂവിഭാഗമാണ് പെരുവനം ഗ്രാമം. ഐതിഹ്യമനുസരിച്ച് പൂരു മഹർഷി തപസ് ചെയ്ത വലിയ വനമായിരുന്നു ഇവിടം. കാലക്രമേണ ഇവിടം പെരുവനം എന്നറിയപ്പെടുകയും ചെയ്തു. കേരളത്തിലെ പല ക്ഷേത്രങ്ങളുടെയും ഉത്ഭവം പെരുവനം ഗ്രാമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള പ്രാചീന ശിലാശാസനങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വ്യവസ്ഥകളിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. ക്ഷേത്രത്തിൻ്റെ പഴക്കം കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടിട്ടുമില്ല. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ AD 9ാം നൂറ്റാണ്ട് മുതൽ ഈ ക്ഷേത്രം ഇവിടെ നിലനിന്നിരുന്നുവെന്നാണ് പറയുന്നത്. ഇരട്ടയപ്പൻ്റെയും മാടത്തിലപ്പൻ്റെയും വിഗ്രഹങ്ങൾ ആദ്യമായി കണ്ടെത്തിയത് എന്നാണെന്ന് ആർക്കും അറിയില്ല. ക്ഷേത്രത്തിൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് നടന്ന വിശദമായൊരു ദേവപ്രശ്നത്തിൽ ക്ഷേത്രത്തിലെ ദേവസാന്നിധ്യങ്ങൾക്ക് 3500 വർഷത്തിലധികം പഴക്കം കാണുകയും മിക്കവാറും കലിയുഗാരംഭത്തിൽ തന്നെ ഇരട്ടയപ്പൻ്റെ സാന്നിധ്യം ഇന്ന് കാണുന്ന ഭാഗത്തുണ്ടായിട്ടുണ്ടാവാം എന്ന് പറഞ്ഞ് അവർ തുടർന്ന് ചിന്തിക്കാൻ വിസമ്മതിക്കുകയുമാണുണ്ടായത്.